മസ്ജിദ് ഖുബാഉം പരിസരവും മദീനയിൽ ഇറങ്ങിയതിന് ശേഷം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആദ്യമായി പണി കഴിപ്പിച്ച പള്ളി, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പ്രശംസിച്ചു പറഞ്ഞ പള്ളികളിൽ ഒന്ന് ലമസ്ജിദുൻ ഉസ്സിസ അല തഖ്വ മിൻ അവ്വൽ യൗമിൻ അഹഖു അൻ തഖൂമ ഫീഹി. മുനാഫിക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വിരുദ്ധമായി മറ്റൊരു പള്ളി പണിയുകയും ആ പള്ളിയിൽ നിസ്കരിക്കാൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ക്ഷണിക്കുകയും ചെയ്തപ്പോൾ ലാ തഖും ഫീഹി അബദ, അവിടെ നബി തങ്ങൾ പോകരുത്, അവിടുന്ന് അങ്ങോട്ട് പോകരുത്. ലമസ്ജിദുൻ ഉസ്സിസ അല തഖ്വ മിൻ അവ്വൽ യൗമിൻ അഹഖു അൻ തഖൂമ ഫീഹി. ആദ്യ ദിവസം തന്നെ തഖ്വ കൊണ്ട് അടിത്തറയിട്ട, തഖ്വയ്ക്ക് മേൽ അടിത്തറയിട്ട മസ്ജിദ് ഖുബാ, പേരെടുത്തങ്ങനെ പറഞ്ഞില്ലെങ്കിലും ആ പള്ളിയാണ് അങ്ങൊന്ന് നിസ്കരിക്കാൻ ഏറ്റവും യോജ്യമായ പള്ളി എന്ന് പറഞ്ഞ് അല്ലാഹു തആല പ്രശംസിച്ച ആ പള്ളി. ഫീഹി റിജാലുൻ യുഹിബ്ബൂന അൻ യതطهറു വല്ലാഹു യുഹിബ്ബുൽ മുത്തഹിരീൻ. അവിടെ ഉണ്ട് കുറേ പുരുഷന്മാർ. തിരുനബിയെയും സഹാബത്തിനെയും സൂചിപ്പിച്ചുകൊണ്ട് അല്ലാഹു തആല പറഞ്ഞു, അവർ അവിടെ നിസ്കരിക്കുന്നവർ, ആ പള്ളിയിൽ മസ്ജിദുൽ ഖുബായിൽ പങ്കെടുക്കുന്നവർ, അവർ വിശുദ്ധി, ആന്തരികമായും ഭൗതികമായും ബാഹ്യമായും വിശുദ്ധി ആഗ്രഹിക്കുന്നവരാണ്. അങ്ങനെ ഉള്ളവരെ അള്ളാഹുവും ഇഷ്ടപ്പെടുന്നു എന്ന് പ്രശംസിച്ചു പറഞ്ഞ പള്ളിയാണ് മസ്ജിദ് ഖുബാ. എന്നു മാത്രവുമല്ല, മസ്ജിദ് ഖുബായിൽ മൻ തطهറ ഫീ ബൈതിഹി സുമ്മ അത മസ്ജിദ ഖുബാ വസല്ല ഫീഹി സ്വലാത്തൻ കാന ലഹു മിസ്ലു അജ്രി ഉംറത്തിൻ. ആരെങ്കിലും അവൻ താമസിക്കുന്നിടത്ത് നിന്ന് വുളൂ ചെയ്ത് മസ്ജിദുൽ ഖുബായിൽ വന്ന് അവിടെ ഏതെങ്കിലും ഒരു നിസ്കാരം നിർവഹിച്ചാൽ അവന് ഒരു ഉംറയുടെ പ്രതിഫലം ഉണ്ടെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ പള്ളിയാണ് മസ്ജിദുൽ ഖുബാ. മസ്ജിദു ഖുബാ, ഖുബാ പള്ളിയിൽ അൽ ഹിദായയുടെ ഹാജിമാർ ഇന്ന് ശനിയാഴ്ച സന്ദർശിച്ചു കൊണ്ടിരിക്കുന്നു. 21-ാം തീയതി ശനിയാഴ്ച.